ഐശ്വര്യ, നമ്മൾ ഈ കൊടിസുനി എന്ന കൊടും ക്രിമിനലിനെ ഈ സർക്കാരിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നില്ല, നാണമില്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടാവാറുണ്ട്. ഐശ്വര്യക്കുണ്ടാവാറുണ്ടോ? ഇത് നമ്മുടെ സർക്കാർ, പിണറായി സർക്കാർ എന്നുള്ള ഒരൊറ്റ വീടിൻ്റെ അകത്ത് ഈ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും ഇല്ലേ ചേട്ടാ? അപ്പോൾ ഒരു ഗുണ്ടയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും അതപ്പതിച്ചിരിക്കുന്നു എന്നാണോ? ഈ മുഖ്യമന്ത്രി ഇടപെടാതെ എങ്ങനെയാണ് ഇതുപോലൊരു കേസിൽ DGPക്ക് ഇങ്ങനത്തെ ഒബ്ജക്ഷൻ ഉണ്ടായിട്ട് പോലും കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ കൊടുക്കാൻ പറ്റുന്നതെന്നൊന്ന് ചേട്ടൻ ആലോചിച്ചു? തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിലൊരു നീക്കം 3 മാസത്തിന് മുമ്പേ തന്നെ നടന്നതാണ്. അന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിങ്ങനെ സുനിക്ക് ജാമ്യം കിട്ടാൻ പോകുന്നു, അല്ല ജാമ്യമില്ല, പരോളിൽ ഇറങ്ങാൻ പോകുന്നു, സുനി പരോളിൽ ഇറങ്ങും എന്ന് പറഞ്ഞൊരു വാർത്ത അന്ന് വന്നിരുന്നു. അതിനെ എല്ലാം മൂടി വെച്ചുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സുനി ഇറങ്ങുമ്പോഴാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ അറിയുന്നത്. 2018 അതെ, അപ്പോൾ അത് ആണല്ലേ 3 മാസമായപ്പോൾ, ക്ഷമിക്കുക, 2018 അവസാനം. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം അന്ന് പരോളിന് നടന്നിട്ട് ഇങ്ങനെ വെളിയിൽ വന്നപ്പോൾ അത് വെളിയിൽ പോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? അന്ന് തീരുമാനിച്ചതാണ്, നീ കിടന്നോ, നിന്നെ ഞങ്ങൾ ഇറക്കാമെന്ന് പറഞ്ഞു. ആര്? പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എങ്ങനെ ഇറക്കിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക്, വയസ്സായ അമ്മയെ കൊണ്ട് മനുഷ്യാവകാശത്തിൽ കത്തയച്ച് എൻ്റെ മകനെ എനിക്ക് കാണണം, അവൻ തുടർച്ചയായി 6 വർഷമായി ജയിലിൽ കിടക്കുകയാണെന്ന്. ഈ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ വഴി പോയി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയാണ് ഒരു പ്രതിയെ, അതും കൊലക്കേസ് പ്രതിയെ പരോളിൽ വിടണം എന്ന് പറയാനുള്ള അവകാശം, എന്ത് അവകാശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ബാക്കി കിടക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയില്ല അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എനിക്കറിയില്ല. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുപോലൊരു കേസിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. അല്ല, അയാളൊരു കൊലയാളി എന്ന് പറഞ്ഞാൽ വെറും ഒരു സാഹചര്യം കൊണ്ട് കൊലയാളി ആയതല്ല, കാശ് വാങ്ങിച്ചുകൊണ്ട് കൊല ചെയ്തതാണ്. കൊടിസുനി കൊന്നതൊന്നും കൊടിസുനിയുടെ ശത്രുക്കളായിരുന്നില്ല. തീർച്ചയായിട്ടും അത് CPM-ന്റെ ശത്രുക്കൾ. ഒരേ പാറ്റേണിലാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ന്യൂമാഹിയിൽ 2 ചെറുപ്പക്കാരെ, BJP-ക്കാരായ 2 ചെറുപ്പക്കാരെ ഈ കൊടിസുനി പടക്കെറിഞ്ഞ് ബൈക്കിൽ പോയി 2 കുട്ടികളെ വീഴ്ത്തിയ ശേഷം അവരെ നിർദാക്ഷിണ്യം വെട്ടി കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം. നമുക്ക് ഈ വെട്ടി കൊലപ്പെടുത്തി എന്നൊക്കെ പറയാൻ തന്നെ വളരെ അറപ്പുണ്ട്. സത്യമാണ് പറയുന്നത്. അത്തരം വാക്കൊന്നും നമ്മുടെ നാവ് വഴങ്ങുന്നതല്ല, അത്ര കണ്ട് നമ്മൾ ചിന്തിക്കുന്നവരല്ല. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഒറ്റ സംഗതി എന്ന് പറഞ്ഞാൽ, ഇയാൾ പുറത്തിറങ്ങിയിരിക്കുന്ന 30 ദിവസത്തേക്കാണ്. ഈ 30 ദിവസത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ജനുവരി മാസം തന്നെ ഇതിൻ്റെ വിചാരണ നടക്കുന്നുണ്ട്. ന്യൂമാഹി കൊലക്കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ തുടങ്ങുന്നത് ഈ മാസം 22-ാം തീയതിയാണ്. അതെ, 22-ാം ജനുവരി 22-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്ത് വന്നാലും കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾ മാത്രമല്ല, വേറെ ഈ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു വീട് പാലുകാച്ചിന് പിന്നെ TP വധക്കേസിലെ തന്നെ ഒരു പ്രതിയുടെ വീട് പാലിച്ചിൽ മുഹമ്മദ് ഷാഫി എന്ന മറ്റൊരു പ്രതി, TP കേസിലെ മറ്റൊരു പ്രതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിയെ കൂടെ ഇവിടെ ഇറക്കുക എന്ന് പറഞ്ഞാൽ BJP-ക്കാരായ നേതാക്കൾ പറയുന്നത് അതിൽ സാക്ഷി പറഞ്ഞ ആൾക്കാരെ കൈവെട്ടും കാലുവെട്ടുമെന്ന് ഇവർ പറയില്ലെന്ന് ആര് കണ്ടു? അതെ, ന്യൂമാഹി സാക്ഷികളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ ഈ സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആർക്കറിയാത്തതാണ്. അതുപോലെ അല്ലെങ്കിൽ ഷാജഹാൻ സാർക്ക് പറയുന്നത് പോലെ, ഷാജഹാൻ സാർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ പറഞ്ഞതുപോലെ ഇനി മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കൊലപാതകം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ ഈ സുനിയെ ഇത്രയും നാളെ ഇറക്കുന്നതും പിടിക്കുന്നതും ഒക്കെ സുനിയുടെ വായിൽ നിന്ന്, സുനിയുടെ നാവിൽ ഇരിക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ പുറത്ത് പോകരുത് എന്നുള്ള ഒരു തീരുമാനം കൂടി CPM-ന്റെ ഭാഗത്ത് ഉണ്ടാകും. ഇതിനകത്ത് മറ്റൊന്നുമല്ല, അതായത് നമുക്ക് എല്ലാവർക്കും ഇത് കൊല ചെയ്യുന്നത് മാത്രമേ സുനി ഇതിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ മാസ്റ്റർ ബ്രെയിനും ഈ പറയുന്ന പോലെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങളോ ജില്ലാ നേതാക്കൾക്കോ പങ്കുണ്ട്. ഇപ്പോൾ TP വധം എന്ന് പറയുന്നത് കണ്ണൂരത്തെ ഒരു പ്രമുഖ നേതാവിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു. CH അശോകൻ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ആ CH അശോകൻ നേരിട്ടാണ് ആ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത്. അയാൾക്ക് പ്രായമുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരിക്കുകയായിരുന്നു. ആ CH അശോകൻ എന്ന് പറയുന്ന നേതാവിൽ എത്തി നിന്നതാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാര്യം സംസ്ഥാന കമ്മിറ്റിയിലെ കോഴിക്കോടുള്ള കണ്ണൂരുള്ള ആൾക്കാർ ആരൊക്കെ ഓൺ ചെയ്ത് അദ്ദേഹത്തെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിനെ ആ കൊലപാതകം പ്ലാൻ ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആരൊക്കെയാണ് എന്നുള്ളത് P. മോഹൻ്റെ നേരെ വരെ പോയിരുന്നു. P. മോഹനൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്ന്. P. മോഹൻ്റെ നേരെ പോയിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, കൊല ചെയ്യുന്നു എന്നൊരു അത് അങ്ങനെ കടമയെന്നൊക്കെ അറിയാതെ നാവിന്ന് വരാൻ പോയതാണ്, ക്ഷമിക്കുക. കൊല ചെയ്യുക എന്നുള്ള ആ ഒരു ദുഷ്കർമ്മം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് ഇവരാണ്. അവരൊരു ടൂള് മാത്രമാണ്. ഈ ടൂളായ അനവധി രഹസ്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ അറിഞ്ഞ ന്യൂമാഹി മാത്രമാണ്, അല്ലെങ്കിൽ പോട്ടെ ഈ ഒരു കൊലപാതകം TP കേസായിരിക്കും,
അറിയാത്ത എത്രയോ കൊലപാതകങ്ങൾ ഇവർക്ക് വേണ്ടി. CPM-ന്റെ കണ്ണൂർ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാലോ. ഐശ്വര്യ തന്നെ പോയി ആ പറയുന്ന പയ്യന്റെ പിണറായിയുടെ ഒപ്പം നടന്ന ഒരു ചെറുപ്പക്കാരനെ നടക്കാൻ പറ്റാതെ എന്തിനു പറയുന്നു ആ ഷാജിയേട്ടൻ പാണ്ഡ്യാല ഷാജി എന്ന ഷാജിയേട്ടനെ നിഷ്കരണം വിട്ടുകയാണ്. പരിക്കുകളാണ്. അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തോട് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്ന പിണറായിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തിരുന്നിട്ട് പിണറായിനെ ഇമാതിരി പറയാൻ പറ്റുന്നത്, വിമർശിക്കാൻ പറ്റുന്നത്. ആ മനുഷ്യന് ആഹാരം കഴിക്കാൻ അദ്ദേഹം എന്നോട് പറയാറുണ്ട്, എനിക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റത്തില്ലടോ. കാര്യം അത്രയും നമ്മൾ സംസാരിച്ച് അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്നെ വെട്ടി പരിക്കേൽപ്പിച്ച് എന്റെ മക്കളുടെയോ ആരുടെയോ മരണം കണ്ട് തിരിച്ചു വന്ന ആളാണ്. പാർട്ടിയിൽ അംഗത്വം കൊടുത്ത അന്ന് ദിവസം അംഗത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അംഗത്വം വാങ്ങിപ്പോയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി. അപ്പൊ അതുകൊണ്ട് വെട്ടും കുത്തും കൊലപാതകവും ഈ വയസ്സിലും, അദ്ദേഹത്തിന് വയസ്സ് 79 80 ആകുന്നു, ഈ വയസ്സിലും അദ്ദേഹത്തിന് പുത്തരിയല്ല. അതുകൊണ്ട് കൊടിസുനിയല്ല, ഇനി ഏത് സുനിയെ വേണമെങ്കിലും അവർക്ക് ജാമ്യത്തിൽ ഇറക്കുന്നതിൽ അല്ലെങ്കിൽ പരോളിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മനുഷ്യാവകാശം പറയുന്നവർക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊടിസുനിക്ക് പരോൾ കൊടുത്തിട്ട് 2018 കൊടുത്തത്, പിന്നീട് ഇങ്ങോട്ട് 6 വർഷത്തിനിടയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ കാലയളവിൽ കൊടിസുനി വെറുതെ ഇരിക്കുകയായിരുന്നില്ല അകത്ത്. ജയിലിനകത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, മൊബൈൽ വഴിയും അല്ലാതെയും കൊട്ടേഷൻ സംഘങ്ങളെ ഏകോപിപ്പിക്കുന്നു, അവിടെ ജയിൽ ഉദ്യോഗസ്ഥരെ തന്നെ മർദ്ദിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ആ രീതിയിൽ എവിടെ ഏത് ജയിലിൽ നിന്നായിരുന്നു ചേട്ടാ? അദ്ദേഹത്തിനെ എനിക്ക് തോന്നുന്നു വിയ്യൂരിന്നായിരുന്നു. അല്ല, അദ്ദേഹത്തിനെ താനൂര് ആണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ആക്കിയിരിക്കുന്നത്. താനൂരല്ല, തവനൂര് നിന്നും തവനൂര് അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത് ഇതിന്റെ പേരിലാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ പോലും ജയിൽ അധികൃതരെ പോലും തല്ലി പരിക്കേൽപ്പിച്ച ഒരാളാണത്. അങ്ങനെയുള്ള ഒരാൾക്ക് പരോളിൽ വരാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. വിയൂര് ജയിലിലായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന പോലെ വിയൂര് ജയിലിലെ ജയിൽ സൂപ്രണ്ടിനെ തല്ലിയ കേസിലാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് തവനൂരേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അല്ലാതെ അവിടെ ജയിലിൽ കാര്യം തുടർച്ചയായി 12 വർഷം തന്റെ മകൻ ജയിലിൽ കിടക്കുകയാണ് എന്ന് ഒരു അമ്മ പറയുമ്പോൾ മകൻ ജയിലിൽ ഒരു മാനസാന്തരം പോലും ഉണ്ടാക്കാതെ, മാനസാന്തരം ഉണ്ടാക്കാത്തത് മാത്രം പോട്ടെ, ഇപ്പോൾ കൊടിസുനിയുടെ അമ്മയും പെങ്ങളും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, എൻ്റെ ഏട്ടന് അല്ലെങ്കിൽ എൻ്റെ മകന് കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് പരോള് കൊടുത്തില്ല, കൂടെയുള്ളവർക്കൊക്കെ കൊടുത്തിട്ടും ഏട്ടന് മാത്രം കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഏട്ടന് കൊടുത്തില്ല എന്ന് കരയുന്ന പൊന്നു സഹോദരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സഹോദരൻ പോയിരിക്കുന്നത് അങ്ങ് ഗൾഫ് രാജ്യത്ത് അറബിയുടെ നാട്ടിൽ പണിയെടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ലീവ് കിട്ടാണ്ട് ഇരിക്കുന്ന കേസിൽ മനുഷ്യാവകാശം കൊടുത്തതല്ല. അല്ല, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി കിടന്നിട്ട് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളത്തിലും അല്ല അവര് പോയിരിക്കുന്നത് മനുഷ്യമാംസത്തില് കത്തി കയറ്റിയതിന്റെ കത്തി കയറ്റിയതിന്റെ പേരിൽ അകത്ത് പോയി കിടക്കുന്ന ആൾക്കാണ് മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു ചേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കരയാതെ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നു മാത്രമേ ഇപ്പൊ പറയാൻ തോന്നുന്നുള്ളൂ എനിക്ക്. തീർച്ചയായിട്ടും ആ അമ്മയോടും പറയാനുള്ളത്, നിങ്ങളൊരു മാതൃഹൃദയമാണ്. തീർച്ചയായിട്ടും ആ KK രമ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകനെ കാണാൻ 10 ദിവസമാണെങ്കിൽ അതിനൊരു ലോജിക്ക് ഉണ്ടെന്ന് പറയാം. ആവട്ടെ, ഈ 30 ദിവസം ഇവൻ എന്ത് പേക്കൂത്താണ് കാട്ടുന്നത്? ഈ 30 ദിവസം കൊണ്ട് വേറെ ഏതൊക്കെ അമ്മമാരുടെ കണ്ണീര് ഇനി വീഴ്ത്തും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട. എത്ര അമ്മമാരുടെ TP-യുടെ കണ്ണു കാണാത്ത അമ്മയ്ക്ക് ആ മകനെ ആ മനസ്സിന്റെ വിഷമമൊക്കെ ഈ 30 ദിവസം കൊണ്ട് അവന് സുഖമായിട്ട് ചെയ്യാവുന്ന കുറേ ഒരു പട്ടിക തന്നെ ഉണ്ടാകും ഇതിന്റെ പുറത്ത്. ഈ ഒരു അമ്മയുടെ മനുഷ്യാവകാശം നിങ്ങൾ കണക്കിലെടുത്തപ്പോൾ വേറെ പല അമ്മമാരെയും ഇനി കണ്ണീര് വീഴാനായിട്ട് അവിടെ ഈ ലിസ്റ്റിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഷാജഹാൻ സാറിന്റെയും മറ്റും വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. കേരള സമൂഹത്തിനും അത് തന്നെയാണ്. കാര്യം പേടിക്കുന്നുണ്ട് കേരള സമൂഹം. കാര്യം നാളെ ഇനി ഇവൻ ജയിലിലേക്ക് പോകുമ്പോൾ അടുത്ത മറ്റൊരു കൊലപാതകം ചെയ്തിട്ടാണോ ഇവൻ പോകുന്നത്? ഇപ്പൊ ജയിലിനകത്തായാലും കൊടിസുനിക്ക് ചെയ്യാനുള്ളത് കൊടിസുനി ചെയ്യുക തന്നെ ചെയ്യും. അതിനകവും പുറവും രാജകീയ സുരക്ഷ തന്നെയാണ് രണ്ട് സൈഡിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം, ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന LDF സർക്കാരും CPM എന്ന് പറയുന്ന പാർട്ടി വിടുക, ഇങ്ങനൊരു സർക്കാർ ഇവിടെയുണ്ട്. ഈ സർക്കാർ മിഷനറി ഇവിടുത്തെ ജനങ്ങളുടെ ഇപ്പം പെൻഷൻ കിട്ടാതായിട്ട് മാസങ്ങളായ കുറേ വൃദ്ധർ ഇവിടെയുണ്ട്. നമ്മൾ കുറച്ചും മുമ്പ് ഒരു ടോപ്പിക്കിൽ പറഞ്ഞു, പിന്നെ പല കേസുകളിൽ പോസ്കോ കേസിലൊക്കെ പ്രതിയായിരിക്കുന്ന പലരും അല്ലേ, പല പെൺകുട്ടികൾക്കും ആഹാരത്തിനുള്ള വക പോലും കൊടുക്കാനുള്ള കാശില്ലാതെ ഈ സർക്കാർ നട്ടം തിരിയുന്ന അവസരത്തിൽ എന്തിനീ വെറും കൊടും ക്രൂരത ചെയ്ത കൊടും കുറ്റവാളികൾ കൊലപാതകികളൊക്കെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇറങ്ങുന്നത്? ഞങ്ങളുടെ ഈ നാവ് ബ്ലാ ബ്ലാ അടിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൂ. കാര്യം നിങ്ങൾക്കൊന്നും ഇന്ന് ഏശന കാര്യമില്ല.
കാര്യം നിങ്ങളൊക്കെ ഇതിലൊക്കെ തേറിയ ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, കേരള സമൂഹത്തിന് നാണക്കേടുണ്ട്. നിങ്ങളൊന്നും ഭരിക്കാൻ യോഗ്യത ഉള്ളവരല്ല. നിങ്ങളൊക്കെ പ്രതിപക്ഷത്തിരിക്കാനേ നിങ്ങൾക്ക് യോഗ്യത. എപ്പോഴും മച്ചമ്പിമാരായിട്ട് തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകും. കാര്യം കൊടിസുനിയൊക്കെയാണ് നിങ്ങളുടെ തോളിൽ കയറ്റി കിടക്കുന്ന നിങ്ങളുടെ ചങ്ങാതിമാർ, നിങ്ങളുടെ മച്ചമ്പിമാർ, നിങ്ങളുടെ അളിയന്മാർ എന്ന് തന്നെ ഞങ്ങൾ തമാശ രൂപേണയല്ല, ഞങ്ങളിത് കേരള സമൂഹം തന്നെയാണ് ഇത് പറയുന്നത്. നാണമില്ലേ സർക്കാർ എന്നേ ചോദിക്കാനുള്ളൂ.